നമ്മുടെ RCCയുടെ ഫ്രണ്ടിൽ തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ക്ലബ്ബുകാരും കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങളിവിടെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ്. പക്ഷേ ചില കാരണങ്ങളാണ് നമുക്ക് എത്തപ്പെട്ടു. പക്ഷെ ഇവിടെ എത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലാസ്റ്റ് സ്റ്റേജെല്ലാം മാത്രം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ഓരോ ദിവസവും മുന്നിലുള്ള ഓരോ ദിവസവും നമുക്ക് ജീവിച്ചേ മതിയാവുള്ളൂ, അല്ലേ? നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ നോക്കില്ല. പക്ഷെ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ എത്രത്തോളം സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോഴും നടത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വെള്ളിയാഴ്ച ഞങ്ങൾ കുറച്ചുകൂടെ താഴ്ന്ന ആൾക്കാരെ ആക്കാൻ പോകുന്നത്. താഴ്ന്ന ആൾക്കാർക്ക് പ്രായമുണ്ട്, കുട്ടികളുടെ അടുത്താണ്. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതേ പ്രശ്നങ്ങളുണ്ടല്ലേ. ചിലപ്പോൾ ആ കുട്ടികൾ കാരണമായിരിക്കും നമ്മൾ മോശമായത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾക്ക് ഉള്ള ചില സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കാം നമ്മുടെ കുടുംബം തകർന്നു പോകുന്നത്. അങ്ങനെയൊക്കെ പലതും നടക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്കും മാനസികമായിട്ട് ദിവസവും നമ്മളെല്ലാം തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും സന്തോഷത്തോടെ എത്രത്തോളം നമ്മൾ ആരും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ പറയാമല്ലോ, എന്നെ ആരെങ്കിലും അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യും. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാനും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരാളും ഒന്ന് അടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്തു. ചീത്ത ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? എന്നെ ആരും അടിച്ചിട്ടില്ല. എന്നെ ഒരു കാരണവശാലും ഒരാളും എന്നെ വന്ന് ദേഹോപദ്രവം ചെയ്തിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ സാറേ, സാറിനെ തിരിച്ചടിക്കാത്തത് സാറിന്റെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് ബാക്കിനോട് മനസ്സിലാക്കണം. അപ്പൊ സാർ അത്രമാത്രം പറഞ്ഞില്ല, അതുകൊണ്ട് സാറിനെ പ്രതികരിക്കാൻ ആരുമില്ല. ഞാൻ പ്രതികരിക്കാത്തത് എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ വരണമെങ്കിൽ അത് നമ്മുടെ കർമ്മഫലം തന്നെയാണ് എന്റെ വിശ്വാസം. ഈ കാര്യം ഞാൻ നേരത്തെ അമ്മ പറഞ്ഞില്ലേ, ഞാൻ അത്ര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കും പാളിച്ചകളുണ്ട്, എനിക്ക് മോശം സ്വഭാവമുണ്ട്, എല്ലാം ഉണ്ട്.